किसी को नहीं छोड़ा, न बच्चा न लेडीज, किसी को नहीं छोड़ा, मारो काटो चला रहो. वो मैं आज भी बोल सकता हूँ. എന്താ സംഭവം അറിയോ? ബാബുഭായ് പട്ടേൽ കേട്ടിട്ടുണ്ടോ? ഗുജറാത്ത് വംശഹത്യ നടത്തിയതിലെ ഏറ്റവും വലിയ സൂത്രധാരന്. 2007 അദ്ദേഹത്തെ ഒരു ഇൻ്റർവ്യൂ ചെയ്യാണ് ദഹൽക്കയുടെ അണ്ടർ കവർ ജേർണലിസത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണത്. അത്രമേൽ ധൈര്യത്തോടു കൂടി 97ഓളം ആളുകൾ, 35 കുട്ടികളുണ്ടായിരുന്നു ഇതിൽ. അത്ര ധൈര്യത്തിൽ അയാളത് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടിയ പിന്തുണ എന്നുള്ളത് അത്രമേൽ ഭയാനകമാണ് എന്ന് ആലോചിക്കുമ്പോൾ. ഈ പറഞ്ഞത് ആരറിയോ? എമ്പുരാൻ സിനിമയിലെ ബാബു ബജ്രംഗില്ലേ, അതായത് റിയൽ ലൈഫിൽ ബാബുഭായ് പട്ടേൽ, ഗുജറാത്ത് റൈറ്റ്സിലെ ഏറ്റവും മുഖ്യധാരാ സൂത്രധാരന്. അദ്ദേഹം 2012 അദ്ദേഹത്തെ ജീവപര്യന്തം നൽകിയിട്ട് ശിക്ഷിച്ചു. പക്ഷേ ഇന്നും നിരന്തരം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ പല തവണകളായിട്ട് ജാമ്യം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. നമ്മുടെ നാട്ടിലെ സാധനമാണ്. എമ്പുരാൻ എന്തുകൊണ്ടാണ് ഇവരൊക്കെ ബഹിഷ്കരിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ, ആ ഒരു സംഭവം അതിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന ഒരു സാധനമുണ്ട്, കൈസെ ലഗ്താ ഹൈ ഫിർ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഇൻ്റർവ്യൂവർ. ആ സമയത്ത് അയാൾ പറയണേ, മസ ആ ഗയാ, വോ കർക്കെ ഘർ മേ ആ ഗയാ, സോ ഗയാ, മസ ആ ഗയാ. അതായത് ഞാനൊരു ചാവേറായിട്ട് പോവുകയാണെങ്കിൽ, അതായത് അതിന് എന്നെ പറഞ്ഞു വിടുകയാണെങ്കിൽ ഇനിയും ഞാൻ എത്ര ആളുകളെയും കൊല്ലാൻ റെഡിയാണ്, എത്ര മുസ്ലിങ്ങളെയും കൊല്ലാൻ ഞാൻ റെഡിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് അത് സംഭവം വെറും ഒരു വാക്കല്ല. അപ്പോൾ നമ്മൾ ഏതൊരു സ്ഥലത്തേക്ക് പോകുന്ന സമയങ്ങളിൽ ചില ആളുകളുടെയൊക്കെ നോട്ടം, അതായത് നമ്മൾ വേഷവിധാനത്തിൻ്റെ പേരിൽ ഓരോരുത്തർ അനുഭവിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ വരണം, അപ്പോൾ മനസ്സിലാവും.